അപ്പം ഇന്നത്തെ ഡ്രിങ്കിന്റെ പേര് എന്ന് പറഞ്ഞത് എല്ലാരെയും ഒന്ന് ഞെട്ടിച്ചോ? Pina Colada. Okay, cocktail Pina Colada. Oh, hello guys. Welcome to Note the Point. അപ്പം ഇന്നത്തെ നോട്ട് ദ പോയിന്റിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി കോസ്റ്റ്യൂമിലൊക്കെയാണ്. എന്താണ് സൈജറ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യാൻ കാരണം? ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഇത്. സമ്മർ സ്പെഷ്യൽ കോക്ടെയിൽസ്, പ്രത്യേകിച്ച് കരീബിയൻസിന്റെ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അടിപൊളി. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ്യൂം. അപ്പം ഇന്നത്തെ ഡ്രിങ്കിന്റെ പേര് എന്ന് പറഞ്ഞത് എല്ലാരെയും ഒന്ന് ഞെട്ടിച്ചോ? Pina Colada. ഓക്കെ, കോക്ടെയിൽ Pina Colada. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഡ്രിങ്ക് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാണ്. അപ്പം എങ്ങനെയാണ് ഈ കോക്ടെയിൽ പീന കൊളാഡ ഉണ്ടാക്കുന്നത്? Pina Colada basically is നമ്മള് അത് കോക്കനട്ട് ഫ്ലേവേർഡ് ആണ്. അതുപോലെ തന്നെ പൈനാപ്പിള്, ബക്കാഡി, നല്ലൊരു കോമ്പിനേഷൻ ആണത്. അപ്പം സാധാരണഗതിയിൽ ആളുകൾ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാറില്ല. ഞാൻ ആ ഓറഞ്ച് ഫ്ലേവർ കൊടുക്കുവാണ്. ചുമ്മാ ഒരു നമ്മുടെ ഈ ഒരു ഫ്രൂട്ടി ഡ്രിങ്ക് അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ വെർജിൻ പീന കൊളാഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ആക്ച്വലി ആൽക്കഹോളിക് പീന കൊളാഡ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഷേക്ക് ഡ്രിങ്ക് ആണിത്. കുറച്ച് ഐസ് ഇടുക. ഓക്കെ. അതുപോലെ തന്നെ 25 ml ബക്കാഡി, 25 ml മാലിബു. ഇത് കോക്കനട്ട് ഫ്ലേവർ ആണ് മാലിബു. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ കോക്കനട്ട് സിറപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഓക്കെ, ഒരു 20 ml. ഓക്കെ. അതുപോലെ തന്നെ വിപ്പ് ക്രീം. ഓക്കെ. ഷേക്ക് ചെയ്യുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഇത് ഗ്യാസ് ഫോം ചെയ്യുക, കാരണം പൈനാപ്പിൾ ജ്യൂസ് ഉള്ളതുകൊണ്ട്. അതിന്റെ ആ ഒരു പൈനാപ്പിൾ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അത് എയർ ടൈറ്റ് ആകുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ കോക്ടെയിൽ പീന കൊളാഡ ഇവിടെ റെഡിയാണ്. ഓക്കെ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് പറയാം. പീന കൊളാഡ ക്ലാസിക് കോക്ടെയിൽ. താങ്ക് യു. അപ്പം ഞാനിവിടെ ഈ കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് സൈച്ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ നിന്നുകൊണ്ട് എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോക്ടെയിലും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതൊരു നല്ല കാര്യം തന്നെ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ ഇതിന്റെ ടേസ്റ്റ് എന്താണ്. അടിപൊളി ഡ്രിങ്ക് ആണോ ഇതിനകത്ത്. ഒരു
ഒരു പൈനാപ്പിളിന്റെയും പിന്നെ ഒരു കോക്കനട്ടിന്റെയും കൂടി ഒരു മിക്സ് ഫ്ലേവർ ആണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ മിന്റ് ഇത് നമ്മൾ ഇതുണ്ടോ ഫ്രഷ് മിന്റ് ഉണ്ടല്ലോ നമുക്കിവിടെ ഇതിന്റെ ഒരു ലീഫ് ഇട്ട് ഇത് ഷെയ്ക്ക് ചെയ്തതിന് ഒരു ലീഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് മൊത്തം മാറും. അതൊരു ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ട് മാറും. അപ്പൊ നല്ലൊരു ഡ്രിങ്ക് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അറിയാം ഇപ്പൊ ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ രീതിയിലല്ലേ അപ്പം നമുക്ക് ഇപ്പൊ പൈനാപ്പിളിന്റെ ഒരു ഇച്ചിരി മധുരം കൂടുതലുണ്ടല്ലോ ആ മധുരം കട്ട് ചെയ്യാനായിട്ട് മിന്റ് ഫ്ലേവർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഷേക്ക് ചെയ്യുമ്പോൾ ഒരു 2 ഇതിന്റെ ഫ്രഷ് മിന്റ് ലീവ് കിട്ടാൻ വേണ്ടിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയി ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ട്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം മിന്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പം മിന്റ് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പിനാ കൊളാഡ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാനൊരു ചെറിയൊരു ടിപ്പ് നിങ്ങളുടെ അടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവാണ്, എന്തെങ്കിലും ഒരു അസുഖത്തിന് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവാണെന്ന് വിചാരിക്കും. ഡോക്ടർ നിങ്ങളുടെ അടുത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാണ്, എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് പുതിയതായിട്ട് എഴുതുകയാണ്. അപ്പം നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം, ഈ ടാബ്ലറ്റ് എടുക്കുന്ന ദിവസം ഞാൻ ആൽക്കഹോൾ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. കാരണം പല മെഡിക്കേഷൻസും ലിവറിനെ എഫക്റ്റ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ്. അപ്പം ഈ ആൽക്കഹോൾ പ്രോസസ്സ് ചെയ്യുന്നതും ലിവർ ചെയ്യണം. അപ്പം ആൽക്കഹോൾ ബോഡിയിൽ നമ്മളുടെ ബൈ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നത് എലിമിനേറ്റ് ചെയ്യുന്നതും ലിവറാണ്. അപ്പം ടാബ്ലറ്റ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുന്നതും ലിവറിനെ കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ ഈ ടാബ്ലറ്റ് ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു അഡ്വൈസ് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും മേടിച്ചിരിക്കണം. അപ്പം ആ ഒരു ടിപ്പോട് കൂടി നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ ഈ പീനാ കൊളാഡ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ അടിപൊളി കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ നോട്ട് ദ പോയിന്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോക്ടെയിൽ ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഞങ്ങൾ ഉണ്ടാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാം. അപ്പം നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.